Kerala Assembly was adjourned today after uproar over allegations of domestic violence against Forest Minister KB Ganesh Kumar. Well, this happened after the opposition demanded Chief Minister Oommen Chandy's resignation, alleging that he shielded the minister despite a written complaint from the minister's wife. Last month, Chandy clarified in the assembly that he did not lie to the House. The Chief Minister accepted that Ganesh's wife gave him 2 written complaints and that was the reason the minister quit. But the wife of the minister says Chandy betrayed her trust. ഇവിടെ ഉന്നയിച്ച ആശങ്കയുമായി ബന്ധപ്പെട്ട് പുറത്തുനിന്ന് അന്യസംസ്ഥാന എനർജി പ്രത്യേകിച്ച് സൂര്യപ്രകാശം ഹരിത നിർമ്മാണ നയം രൂപീകരിച്ചത് സിഎമ്മിന്റെ അടുത്ത് കംപ്ലൈന്റ് പോയപ്പോൾ അദ്ദേഹം പറഞ്ഞു ഒരു ചാൻസ് തരണം, ഞങ്ങൾ ഒന്ന് ഡിസ്കസ് ചെയ്തോട്ടെ, ഇതിനു വേണ്ടി എന്തെങ്കിലും ഒരു പോം വഴി കാണും, അത് ശരിയാക്കി തരാം. ആ ഒരു ഉറപ്പിൽ മാത്രമാണ് ഞാൻ ഇത്രയും നാളും മുന്നോട്ട് വരാതിരുന്നത്. സിഎം പറഞ്ഞു നമുക്ക് എന്താന്ന് വെച്ചാൽ പരിഹാരം കാണാം. ഞാൻ എൻ്റെ ഒരു അച്ഛന്റെ സ്ഥാനത്തിലാണ് സിഎമ്മിനെ കണ്ടിരുന്നത്. എന്നിട്ട് അദ്ദേഹവും കൂടെ ചേർന്നാണ് എന്നെ ഇപ്പം ചീറ്റ് ചെയ്തിരിക്കുന്നത്. In a dramatic development late last night, Ganesh Kumar met Chief Minister Chandy and submitted his resignation. After the meeting, Chandy said, if found guilty, legal action will be taken against the minister in question. തനിക്കെതിരെ പോലീസ് ഒരു എഫ്ഐആർ ഇട്ട സാഹചര്യത്തിൽ ധാർമ്മികതയുടെ പേരിൽ ശ്രീ ഗണേഷ് കുമാർ അദ്ദേഹത്തിന്റെ മന്ത്രിസഭയിൽ നിന്നുള്ള രാജിക്കത്ത് എന്നെ ഏൽപ്പിച്ചു. ആ രാജിക്കത്ത് നാളെ ഗവർണർക്ക് അയച്ചു കൊടുക്കാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട്. ആ നിമിഷം ഞാൻ ഒരിക്കലും മറക്കില്ല. എന്റെ ജീവിതം തകർന്നു വീണു വന്നു. എന്താ ഈ നടക്കുന്നതെന്ന് ചോദിച്ചപ്പോഴത്തേക്ക് ഇതിന്റെ മുഴുവൻ ദേഷ്യം എന്റെ പുറത്തിറക്കി. പിന്നെ എനിക്ക് അറിഞ്ഞൂടെ എന്നെ ആ കതവ് കുറ്റിയിട്ടു ഓഫീസ് റൂമില്. എന്നിട്ട് അതിനകത്ത് അങ്ങ് ആടി ചാവട്ട് ബഹളം. എന്റെ തല എവിടെയോ പേടിച്ച് ഇവിടെ മുഴുവൻ മുഴച്ചിരുന്നു. എന്റെ കൈ ഡിസ്ലൊക്കേറ്റഡ് ആയി, എന്റെ കാലില് ഫ്രാക്ചർ വന്നു, മൂക്കിന്റെ ഇവിടെയൊക്കെ തട്ടി. എനിക്ക് ഒരു പിടിയില്ല എന്തൊക്കെ ചെയ്തു, എവിടെയൊക്കെ കൊണ്ട് എന്നെ ഇടിച്ചു. ഞാൻ വിളിച്ചു കൂവി അകത്തിരുന്നോണ്ട് സഹായിക്കണം എന്നും ഹെൽപ്പ് എന്നൊക്കെ ഞാൻ വിളിച്ചു കൂവിയാണ്. എന്റെ വീട്ടിൽ ആരും കടന്നു വന്ന് എന്നെ ആക്രമിച്ചിട്ടില്ല. പോലീസും എസ്കോർട്ടും ഗൺമാനും ഒക്കെ ഉള്ള എന്റെ വീട്ടിൽ ആരും വന്ന് എന്നെ ആക്രമിച്ചില്ല. എന്നെ ആക്രമിച്ചത് യാമിനി തങ്കച്ചി തന്നെയാണ്. അത് തെളിയിക്കണം, കേരളത്തിലെ ജനങ്ങൾ മുമ്പിൽ തെളിയിക്കണം. ബഹുമാനപ്പെട്ട കോടതിയെ ഞാൻ സമീപിച്ചിരിക്കുകയാണ്. എനിക്ക് നീതി ലഭിക്കണമെന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. മാധ്യമങ്ങളിൽ നിന്നും ജനങ്ങളിൽ നിന്നും പോലീസിൽ നിന്നും കോടതിയിൽ നിന്ന് എനിക്ക് നീതി ലഭിക്കുമെന്ന് എനിക്ക് 100% ഉറപ്പുണ്ട്. കുറ്റം ചെയ്യാത്ത എന്നെ ക്രൂശിതനാക്കരുത് മാത്രമേ പറയുന്നു. കുറ്റം ചെയ്തിട്ടില്ല. ഞാൻ ചെയ്ത ഒറ്റ കുറ്റമേ ഉള്ളൂ. അഴിമതിക്കെതിരെ നിന്നും ഒറ്റ കുറ്റം മാത്രമേ ചെയ്തിട്ടുള്ളൂ. അതിനെ എനിക്കെതിരെ ഉണ്ടാക്കിയ കെണിയാണ്. ഈ കെണി എങ്ങനെ ഉണ്ടായി, ഈ ഗൂഢാലോചന പുറകിൽ ആരാണ്, ആരൊക്കെ ഉണ്ട് എന്ന് അന്വേഷിക്കണം. അതും കൂടി അന്വേഷിക്കണം.